വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം എന്റെ പ്രിയപ്പെട്ടവരെ, നാടും നഗരവും ലോകം മുഴുവനും ആ നബിയോടുള്ള സ്നേഹം, ആ നബിയുടെ മദ്ഹുകൾ, അവിടുത്തെ മൗലിദ് റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ അൽഹംദുലില്ലാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഖത്തം ഓതുന്നവരുണ്ട്, ഇഖ്ലാസ് ഓതുന്നവരുണ്ട്, യാസീൻ ഓതുന്നവരുണ്ട്, ഇസ്തിഗ്ഫാർ പറയുന്നവരുണ്ട്. അപ്പൊ ആ സ്വലാത്തുകളും പരിശുദ്ധമായ ഖുർആന ഖത്തമും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓതിക്കൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. എന്താണ് സ്വലാത്ത്? ആ സ്വലാത്ത് പറയുന്നതിലൂടെയുള്ള നേട്ടം എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനെ സ്മരിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെ ജനങ്ങൾ ഒരുമിക്കുന്ന സദസ്സുകൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മജ്ലിസ് ഒരുമിച്ച് കൂടി, കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടി, എന്നിട്ട് ആ മജ്ലിസിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവിടുന്ന് സ്വലാത്ത് ചൊല്ലാത്ത ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് പിരിഞ്ഞു പോകുന്ന സദസ്സ്, അതവർക്ക് നഷ്ടപ്പെട്ട സദസ്സാണെന്ന് മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി. അത് നിങ്ങൾക്ക് തീരാ നഷ്ടമാ. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാഹു അവരെ ശിക്ഷിക്കും. നബിതങ്ങളെ കുറിച്ച് പേരുകൾ, നബിതങ്ങളുടെ മേൽ സ്വലാത്ത് പറയാതെ, അല്ലാഹുവിനെ കുറിച്ച് പറയാതെ ഒരു മജ്ലിസിൽ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് പിരിഞ്ഞാൽ അത് നിനക്ക് തീരാ നഷ്ടമാ. അല്ലാഹു ഉദ്ദേശിച്ചാൽ നിന്നെ അല്ലാഹു ശിക്ഷിക്കും. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. അത് അല്ലാഹുവിന്റെ ഇഷ്ടമാ. പുറത്തു കൊടുക്കുന്നതും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശിക്ഷിക്കുന്നതും അല്ലാഹുവിന്റെ ഇഷ്ടമാ. അപ്പൊ ഒരു സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് നബിതങ്ങളുടെ മേൽ സ്വലാത്ത് പറഞ്ഞാൽ തന്നെ നമുക്ക് നേട്ടമാ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വലാത്ത് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ അലയ്യ വാഹിദാ സല്ലല്ലാഹു അലൈഹി അസറാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബിതങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു സ്വലാത്ത് പറഞ്ഞാൽ, ഈ പള്ളിക്കകത്തിരുന്നു കൊണ്ട് നിങ്ങളിൽ ഒരാൾ പറയുകയാണ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ഒരാൾ നബിതങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 10 സ്വലാത്ത് ചൊല്ലുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ടൊരു സ്വലാത്ത് പറഞ്ഞു, എനിക്ക് അല്ലാഹു 10 സ്വലാത്ത് പറയുമെന്ന് പറഞ്ഞാൽ, അല്ലാഹു സ്വലാത്ത് പറയലല്ല, പടച്ചവനെ അല്ലാഹു അവന് വേണ്ടി 10 സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു അവനെ പ്രശംസിക്കുകയാണ്. പടച്ചവനെ, ആ സ്വലാത്ത് പറഞ്ഞവനോട് അല്ലാഹു കരുണ കാണിക്കുകയാണ്. നബിതങ്ങൾ പറയുന്നു, നല്ല വാക്കുകൾ അല്ലാഹു മലക്കുകളോട് പറയുകയാ. സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, ഒരു സ്വലാത്തിന് 10 നന്മയാണ്. ഒരു സ്വലാത്ത് പറയുന്നവന് 10 പ്രതിഫലമാണ് അല്ലാഹു അവിടുന്ന് കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറയുകയാ, സ്വലാത്ത് പറയുന്നവന് കിട്ടുന്ന രണ്ടാമത്തെ മഹത്വം എന്തെന്നറിയുമോ? അല്ലാഹു അവന്റെ പദവി ഉയർത്തപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നമ്മളൊന്ന് സ്വലാത്ത് പറഞ്ഞു നോക്കടോ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. അല്ലാഹു നമുക്ക് പദവി തരുകയാണ്. അവന്റെ പദവികൾ അല്ലാഹു ഉയർത്തുകയാണ്. അവന്റെ സ്ഥാനം
സ്ഥാനമാനങ്ങൾ അല്ലാഹു കൊടുക്കുകയാണ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സ്ഥാനം കൊടുക്കുകയാണ്. പടച്ചവനെ അവന്റെ മുഖത്ത് നോക്കുമ്പോ വല്ലാത്ത ഒരു ഐശ്വര്യമാണ്, മുഖത്ത് നോക്കുമ്പോ വല്ലാത്ത ഒരു പ്രകാശമാണ്. കാരണം മദീനയുമായിട്ട് അവന്റെ ഹൃദയത്തെ ബന്ധിപ്പിച്ചവനാണ്. സ്വലാത്തുകൾ നബിതങ്ങളോട് പറയുന്നവനാണ്, നബിതങ്ങളോട് സ്വലാം പറയുന്നവനാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അവന്റെ പദവികൾ അല്ലാഹു ഉയർത്തപ്പെടുകയാ. 3, അവൻ സ്വലാത്ത് പറയുമ്പോ അത് നന്മകളായി അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നന്മകളായിട്ട് അല്ലാഹു ഇവിടുന്ന് രേഖപ്പെടുത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, 4ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ആ സ്വലാത്ത് പറയുന്നതിലൂടെ അല്ലാഹുവിന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ ഉമ്മത്തിന്റെ മേൽ നിന്ന് ആരെങ്കിലും നിഷ്കളങ്കമായ ഹൃദയത്തോടെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ആരെങ്കിലും നിഷ്കളങ്കമായ ഹൃദയത്തോടെ സ്വലാത്ത് ചൊല്ലുകയും അവന് അതിനു മുഖേന 10 പദവികൾ അല്ലാഹു കൊടുക്കുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഇബ്നു മസ്ഊദ് തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി തങ്ങൾ പറയുകയാ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും, തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എന്നിലേക്ക് ഏറ്റവും അടുത്തവരാരാ? എന്നിലേക്ക് ഏറ്റവും അടുത്തവർ എന്റെ മേൽ അധികം സ്വലാത്ത് പറഞ്ഞവരാണെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബി ഉമാമത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു അലാ മിൻ സ്വലാത്ത് ഫീ കുല്ലി യൗമിൽ ജുമുഅ. നബി തങ്ങൾ പറയുന്നു, അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ എനിക്ക് വേണ്ടി സ്വലാത്തുകൾ നിങ്ങൾ അധികരിപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്തുകൾ അധികരിപ്പിക്കുക. വെള്ളിയാഴ്ചകൾ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് കാണിക്കപ്പെടുന്നതാണ്. നബിതങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഒരു മനുഷ്യന് സ്വലാത്ത് പറഞ്ഞാൽ മദീനത്ത് റൗളാ ശരീഫിനകത്ത് കിടക്കുന്ന നബിതങ്ങൾക്ക് അത് കാണിക്കും. ആരാണോ എനിക്കായി സ്വലാത്തുകൾ അധികമായി ചൊല്ലുന്നത് അവരായിരിക്കും എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തവരെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും കൂടുതൽ സ്വലാത്ത് പറയുന്നവർ ആ നബിയുമായിട്ട് അടുപ്പമുള്ളവരാവുകയാണ്. അത് ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും. എന്റെ പ്രിയപ്പെട്ടവര്, ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും നമ്മൾ ആ സ്വലാത്ത് അധികമായി പറയുന്നതിലൂടെ, എന്റെ പ്രിയപ്പെട്ടവര്, 6ാമതായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ? ഉസ്താദ്, ദുആ ചെയ്താ സ്വീകരിക്കുന്നില്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഞാൻ അള്ളാഹുവിനോട് എത്രയോ ചോദിക്കുന്നു, മക്കളെ താ, വീട് താ, രോഗം മാറ്റ്, കടങ്ങൾ മാറ്റ്, പ്രയാസങ്ങൾ മാറ്റ്, സമാധാനമുള്ള ജീവിതം താ, മക്കളെ നന്നാക്ക്. എല്ലാവരും അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള ഒരു വലിയ പരാതി എനിക്ക് നിങ്ങൾക്കുമുണ്ട്. എങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അദ്ദുആ കുല്ലു മഹ്ജൂബുൻ ഹത്താ യകൂന അവ്വലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെ എല്ലാ ദുആയും എല്ലാ പ്രാർത്ഥനകളും മറഞ്ഞിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ ഈ പള്ളിക്കകത്തിരുന്ന് നിങ്ങൾ ഒരാൾ ദുആ ചെയ്യുകയാണ്, നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആകളെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ 1ാം ആകാശത്തിന് ഇടയിൽ ഇങ്ങനെ നിൽക്കുമെന്നാ, അത് മുകളിലേക്ക് പോകില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുആ എന്റെ പ്രിയപ്പെട്ടവരെ ആകാശത്തേക്ക് ഉയർത്തപ്പെടുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ദുആ തുടങ്ങുമ്പോഴും ദുആ നിർത്തുമ്പോഴും സ്വലാത്ത് പറയുന്നത്. ദുആ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, വെറും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മാത്രമല്ല സ്വലാത്ത്. ഒരുപാട് സ്വലാത്തുകളുണ്ട്. അത്തഹയ്യാത്തിൽ നമ്മൾ ഇബ്രാഹിമി സ്വലാത്ത് പറയുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നിബിതങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്തുകളുണ്ട്. അപ്പൊ ഒരാളുടെ ദുആ സ്വീകരിക്കപ്പെടാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു വലിയ കാര്യമാണ് സ്വലാത്ത് പറയുക.
എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനുഷ് അവിടുന്ന് പറയുകയാ, ചരിത്രങ്ങൾ എത്രയോ നമുക്ക് പഠിപ്പിച്ചു തരുന്നു സ്വലാത്ത് പറയുന്നതിലൂടെ. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്തിട്ട് സ്വലാത്ത് പറയുന്നത്. ദുആ തുടങ്ങുമല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെ സ്വലാത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്, നമ്മുടെ സ്വലാത്തിലാണ് അവസാനിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ സ്വലാത്ത് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. അത് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. ബിസ്മി പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന നന്മകൾക്കുള്ള പ്രതിഫലം വലുതാ. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും പഠിക്കാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഏഴാമത്തെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൻ അബീ ദർദാ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി وسلم قال من صلى علي حين يصبح 10 وحين يمسي 10 أدركت شفاعتي يوم القيامة قال نبينا وحبيبنا رسول الله. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ രാവിലെ 10 വൈകുന്നേരം 10 സ്വലാത്ത് ചൊല്ലിയാൽ, ഒരാൾ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞു അൽഹംദുലില്ലാഹ് ഒരു 10 സ്വലാത്ത് പറയുക. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 സ്വലാത്ത് പറയുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സുബഹി നിസ്കാരം എന്തായാലും നമ്മൾ പള്ളിയിൽ വരും. നമ്മളെല്ലാവരും സുബഹി നിസ്കരിക്കൂലേ? എല്ലാവരും സുബഹി നിസ്കരിക്കും. നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു 10 സ്വലാത്ത് പറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുപോലെ തന്നെ നബിതങ്ങൾ പറയുകയാ, വൈകുന്നേരവും നീ ഒരു 10 സ്വലാത്ത് പറ. എന്തായാലും മഗ്രിബിന് ശേഷം ഇസ്ലാമത്ത് ഞാൻ അവന്റെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, രാവിലെയും വൈകിട്ടും നിങ്ങൾ 10 സ്വലാത്ത് പറ. 50,000 സ്വർഗം എന്ന് പറഞ്ഞ എളുപ്പമല്ലടോ. അല്ലാഹ് കയറി പോകാൻ പറ്റുന്ന, ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണ് സ്വർഗമെന്ന് നീ കരുതിയോ? നിനക്കറിയോ? ഖുർആൻ പറയുകയാ, നബിതങ്ങൾ പറയാ, നബിതങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്നിട്ട് പറയുന്ന, നബിയെ ഇത് കണ്ടോ, പച്ച ഇറച്ചി കരിഞ്ഞിരിക്കുകയാ ശരീരത്തിൽ. മഹാന സഹാബികളൊക്കെ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കമീസ് പൊക്കിയിട്ട് കാണിക്കുക, നബിയെ ഇരുമ്പ് പഴുപ്പിച്ചിട്ട് ശരീരത്ത് വെച്ചിട്ട് പച്ച ഇറച്ചി കരിഞ്ഞിരിക്കുക. നബിതങ്ങളുടെ മുമ്പിൽ വന്ന് കാണിച്ചു കൊടുക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞത്, ബനൂ ഇസ്രായേലികളിൽ മുസ്ലിമായവരെ പിടിച്ചുകൊണ്ടുവരും, എന്നിട്ട് കുഴിക്കകത്ത് ഇറക്കി നിർത്തും, കയ്യും കാലും കെട്ടിയിട്ട്. മുസ്ലിം ആയവരെ കൊണ്ടുവന്ന് കൈകാലുകൾ കെട്ടിയിട്ട് കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട്, ഈ വിറക് മുറിക്കണ മെഷീനില്ലേപ്പാ, എന്താ പറയാ അതിന്, സംഭാഷണം പോയോ, എന്താ വാള്, ഈർച്ചവാള് അല്ലേ, ആ വാള് കൊണ്ടുവന്ന് ഈ ഉച്ചിയിൽ വെക്കും, തലയുടെ മധ്യഭാഗത്ത് വെക്കും. ചോദിക്കും, പുതിയ മതത്തിൽ നിന്ന് പഴയ മതത്തിലേക്ക് നീ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ, മുസ്ലിം ആയവനോട് പറയുന്നു, നീ പഴയ മതത്തിലേക്ക് നീ വരണം, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പഴയ മതത്തിലേക്ക് തിരിച്ചു പോകാത്തവർ, മുസ്ലിമായി ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നവരുടെ തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് മരം മുറിക്കുന്നത് പോലെ, പേപ്പർ മുറിച്ചു കളയുന്നത് പോലെ അവര് 2 കഷ്ടമായിട്ട് മുറിക്കപ്പെടുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവര് കിടക്കണ സ്വർഗത്തിൽ ആര് പോണ്ടത്? പറകാക്കാമാര് ആര് പോണ്ടത്? നമ്മള് പോണ്ടത്. നമ്മളും പോണ്ടത് ആ ഒരു സ്വർഗം, അതേ ഉള്ള സ്വർഗം, വേറെ സ്വർഗമൊന്നും ഇല്ലല്ലോ. ആ സ്വർഗത്തിലേക്കാണ് ഞാനും നിങ്ങളും പോകേണ്ടത്. എന്ത് ചെയ്തു വെച്ചട്ടാ? അപ്പൊ നബിതങ്ങൾ പറയാ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം, നിങ്ങളുടെ തലയിൽ ഈർച്ചപാളൊന്നും വെക്കണ്ട. നബിതങ്ങൾ പറയുകയാ, നിങ്ങൾ എന്റെ മേലൊന്ന് സ്വലാത്ത് പറയ്. രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ എന്റെ മേലൊന്ന് സ്വലാത്ത് പറഞ്ഞ നബിതങ്ങൾ പറയുകയാ, അദ്റഖതു ശഫാഅതി യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ഞാൻ നിന്റെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാം. അവന് ശഫാഅത്തിനുള്ള അർഹത കിട്ടുകയാണ്. അവന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, 8ാമത്തെ നന്മ എന്തെന്നറിയുമോ? അന്ന റജുലന ഖാല യാ റസൂലല്ലാഹ് ഇന്നി അക്സറു സലാ
ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഒരാൾ നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ തങ്ങളുടെ മേലെ സ്വലാത്തിനെ അധികരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന നബിയേ, ഞാൻ ഒരുപാട് സ്വലാത്തുകൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്, എത്ര സ്വലാത്താണ് ഞാൻ ചൊല്ലേണ്ടത്? നബി തങ്ങളോടൊരു സ്വഹാബി ചോദിക്കുകയാണ്. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നീ ഉദ്ദേശിക്കുന്നത്ര നീ സ്വലാത്ത് പറ, നീ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്രയും നീ സ്വലാത്ത് പറ. പടച്ചവനെങ്കിൽ അദ്ദേഹം പറയുകയാണ്, നബിയേ, ഞാൻ രാത്രിയിലും 1/3 ഞാൻ സ്വലാത്ത് പറയുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നത് ചെയ്യുക, നീ അതിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ അത് നല്ലത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ രാത്രി മുഴുവനും സ്വലാത്ത് പറയാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, നബിയേ, ഞാൻ രാത്രി മുഴുവനും സ്വലാത്ത് പറയാ, എനിക്ക് അങ്ങയുടെ മേലെ സ്വലാത്ത് പറയണമെന്ന് നബി തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എങ്കിൽ നിന്റെ മനപ്രയാസങ്ങൾ മാറുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം മനസമാധാനം ഉണ്ടാവുകയാണ്, എല്ലാ പ്രയാസങ്ങളും മാറുകയാണ്, എല്ലാ ദുഃഖങ്ങളും മാറുകയാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോ സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി, കുടുംബപരമായി പടച്ചവനെ പല രീതിയിലും നമ്മൾ തകർന്നു പോകാറുണ്ടല്ലോ. വല്ലാത്ത വേദനയുണ്ടാകുന്ന സമയം, വല്ലാത്ത പ്രയാസമുണ്ടാകുന്ന സമയം, ആ പ്രയാസമുണ്ടാകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്വലാത്ത് പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം നമുക്കറിയാം. മഹാനായ ബഹുമാനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് പടച്ചവനെ ജയിലറകൾക്കകത്ത് കിടക്കുമ്പോൾ പതിറ്റാണ്ടുകളോളം, വർഷങ്ങളോളം അവിടുന്ന് ജയിലറയ്ക്കകത്ത് കിടക്കുമ്പോ പടച്ചറപ്പെ അവിടുന്ന് സ്വലാത്ത് പറഞ്ഞിട്ടാണ് പിടിച്ചു നിന്നതെന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പടച്ചവനെ ഒരുപാട് രോഗങ്ങളും ഒറ്റക്കാലുമായി, മാനസികമായി, ശാരീരികമായി തകർന്ന ജയിലറയ്ക്കകത്ത് കിടന്ന് പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പച്ചക്കുപ്പയുള്ള മദീനത്തെ റൗദാ ശരീഫ് മനസ്സിൽ കണ്ടുകൊണ്ട് ആ ജയിലറയ്ക്കകത്തിരുന്ന് സ്വലാത്ത് പറയുകയാ. പടച്ചവനെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ അവിടുന്ന് പറയുകയും പറയിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ഞാൻ പിടിച്ചു നിന്നതെന്ന് റഹ്മാനായ പ്രിയപ്പെട്ട ഉസ്താദ് പോലും പറയുമ്പോ, അല്ലാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അടുത്തൊരു ഉമ്മ പറഞ്ഞതാണ്, ഉസ്താദേ, എന്റെ മകന് പെട്ടെന്ന് മരണപ്പെട്ടു പോയി, എന്റെ പൊന്നാര മകന് പെട്ടെന്ന് മരണപ്പെട്ടു പോയി, എനിക്ക് താങ്ങാൻ കഴിയാത്ത വേദനയായിരുന്നു. പടച്ചവനെ, ആ ഉമ്മ എങ്ങനെയാണ് സമാധാനിച്ചത്? ആ ഉമ്മ വല്ലാതെ എങ്ങനെയാണ് സമാധാനിച്ചതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ പെടുന്ന സ്വലാത്ത് പറയുകയാ. ആ സഹോദരി പറഞ്ഞു, ഉസ്താദേ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് നിങ്ങൾ വഅദ് പറയുമല്ലോ. ഇല്ലാ യദമൽ ജസാ മഅയദമൽ ബലാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് എപ്പോഴും പറയുമല്ലോ. എന്റെ 6 വയസ്സുള്ള പൊന്നുമകൻ എന്നെ വിട്ടു പിരിഞ്ഞു പോയി, വല്ലാത്ത വേദനയായിരുന്നു. ഒരാളോട് പോലും സംസാരമില്ല, അടച്ചിട്ട റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് സ്വലാത്ത് പറഞ്ഞ് നബി തങ്ങളുടെ മദീനയുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയപ്പോ ആ പെങ്ങള് പറയുന്ന, ഉസ്താദേ, എന്റെ പൊന്നുമകൻ മരിച്ച 40ാമത്തെ ദിവസം 39ാമത്തെ രാത്രിയില് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് ആ പ്രിയപ്പെട്ട മാതാവ് പറയുമ്പോ, നബി തങ്ങളാണ് പറഞ്ഞത്, നിങ്ങൾ സ്വലാത്ത് പറഞ്ഞ ആ സ്വലാത്തിലൂടെ നിങ്ങളുടെ മനപ്രയാസങ്ങൾ മാറും, നിങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം അല്ലാഹു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനം കിട്ടും. ജീവിച്ചിരിക്കുന്ന ആൾ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ്, അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ.
നബിതങ്ങൾ പറയുകയാ, ആ വെച്ചിരിക്കുന്ന കാലൊന്നും അനക്കാൻ പറ്റില്ല എന്ന് നബിയന റസൂലുള്ളാഹി. നാളെ അള്ളാഹുടെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹു ചോദിക്കും, ഞാൻ നിനക്ക് തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിനക്ക് ഞാനൊരു ആയുസ് തന്നല്ലോ, 37, 38, 50, 60 എത്ര കൊല്ലം ഞാൻ നിനക്ക് തന്നല്ലോ. എന്തിന് ചെലവഴിച്ചു? നീ എന്ത് ചെയ്തു? നീ പണം എങ്ങനെ ഉണ്ടാക്കി? അതെങ്ങനെ ചെലവഴിച്ചു? ഉണ്ടാക്കിയത് മാത്രം പറഞ്ഞാൽ പോരാ, ചെലവാക്കിയതും പറയണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അള്ളാഹ് ചോദിക്കുന്ന ഈ 3 ചോദ്യം, നിന്റെ യുവത്വം നീ എന്തിനു ചെലവഴിച്ചു? അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ചിരിക്കുന്ന കാലൊന്നും അനക്കാൻ പറ്റത്തില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി. നബിയനാ റസൂലുള്ളാഹി. അപ്പൊ ആ വെച്ചിരിക്കുന്ന കാലൊന്നും അനക്കാൻ പറ്റത്തില്ല. അതാ പരലോകം. അവിടെ പിന്നെ നിന്നതാ. നമ്മൾ വിചാരിക്കുന്നത് നരകവാ വലിയ ശിക്ഷയെന്ന്. അല്ലടോ, നരകത്തെക്കാളും വലിയ ശിക്ഷയാണ് പരലോകത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് നാളെ നരകവാ ജനങ്ങൾ മഹ്ശറയിൽ നിന്നിട്ട് പ്രയാസപ്പെടുന്ന സമയത്ത് അള്ളാനോട് പറയും, അത്ര പടച്ചോനെ, നരകത്തിലാണെങ്കിൽ നരകത്തിൽ ഇട്ടേരെ, ഇവിടെ നിൽക്കാൻ വയ്യ. എന്നെ നരകത്തിലാണെങ്കിൽ നരകത്തിയിട്ടോ, എന്നാലും എനിക്കിവിടെ നിൽക്കാൻ വയ്യ എന്ന് നാളെ പരലോകത്ത് വെച്ച് പറയുമെന്ന. പരലോകം അത്രയും കഠിനമാ. അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. അപ്പൊ നബിതങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ റസൂലൻ അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹു നബിഹി ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ അബ്ദിൻ യുസല്ലി അലയ്യ ഇല്ലാ സല്ലത അലൈഹിൽ മലായിക മാ സല്ല അലയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ അയാൾക്ക് വേണ്ടിയും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ നബിതങ്ങളുടെ മേൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മുഴുവനും ആര് സ്വലാത്ത് പറയും? ആര് സ്വലാത്ത് പറയും? അള്ളാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി സ്വലാത്ത് പറയും. നിനക്ക് വേണ്ടി സ്വലാത്ത് പറയുന്നു പറഞ്ഞാൽ, അള്ളാഹു ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്ക്, ദേഹത്തോട് നീ കരുണ കാണിക്ക്, ദേഹത്തിന് നീ സ്വർഗം കൊടുക്ക് എന്ന് നീ സ്വലാത്ത് ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ എനിക്ക് വേണ്ടി റബ്ബിനോട് പാപമോചനം തേടുകയാണ്, എനിക്ക് വേണ്ടി അള്ളാന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയാ. ഇതാണ് സ്വലാത്തിന്റെ മഹത്വം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10ാമത്തെ കാര്യം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നു, എന്റെ മേലെ സ്വലാത്ത് മുഴുവനും ഞാൻ അങ്ങയുടെ പേരിലാക്കിയാൽ അങ്ങയുടെ അഭിപ്രായം എന്താ എന്ന് പറഞ്ഞാൽ, ഞാൻ 24 മണിക്കൂറും സ്വലാത്ത് പറഞ്ഞാലുള്ള അഭിപ്രായം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ കയ്യിൽ ഇങ്ങനെ തസ്ബീഹ് ഇട്ട് നടക്കണ ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്. എപ്പോ നോക്കിയാലും യാത്രയിലാണെങ്കിലും പള്ളിയിൽ വരുമ്പോഴാണെങ്കിലും എപ്പോഴും. ഞാൻ ഇന്ന് മുണ്ടുകോട്ടയിലേക്ക് പോകുമ്പോ റോഡിൽ ഒരു സഹോദരി നിൽക്കുന്നുണ്ട്, പാപം, കയ്യിൽ തസ്ബീഹ് ഉണ്ട്. ഞാൻ നോക്കി, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം അങ്ങനെ ഇപ്പൊ കയ്യിലിട്ടുകൊണ്ട് തസ്ബീഹ് വെച്ചുകൊണ്ട് ഇങ്ങനെ ദിക്റ് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നബിതങ്ങൾ പറയുകയാണ്, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. ദുനിയാവും ആഖിറം, നിന്റെ ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, നിന്റെ ആഖിറത്തിലെയും സർവ്വ പ്രശ്നങ്ങളും മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുടെ മേലെ സ്വലാത്ത് ചൊല്ലാത്തവരെ നബി എന്താണ് ചെയ്തെന്നറിയൂ? അതുകൂടെ പഠിക്കണം. സ്വലാത്ത് പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്. മുഹമ്മദ് നബി എന്ന് പറഞ്ഞ് നിർത്തുന്നവരുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞിട്ട് പോലും സ്വലാത്ത് പറയാത്ത ആൾക്കാരുണ്ട്. എങ്കിൽ നബിതങ്ങൾ പറയുകയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മേൽ ആരെങ്കിലും, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റഗീബ അൻഫു റജുലിൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്, എന്നെ കുറിച്ച് തന്റെ അരികിൽ പറയപ്പെട്ട ശേഷം എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനെ അല്ലാഹു അപമാനിതനാക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നബിതങ്ങളുടെ പേര് ഒരാളുടെ മുമ്പിൽ പറയപ്പെട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഒരാളുടെ മുമ്പിൽ പറയപ്പെട്ടിട്ട് ഒരു മനുഷ്യന് സ്വലാത്ത് പറഞ്ഞില്ലെങ്കിൽ
അള്ളാഹു അവനെ അപമാനിതനാക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതൊരു ശാപമാക്കാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നബിതങ്ങള് ഒരു ആക്ഷേപത്തിന്റെ സ്വരമാണ് പറഞ്ഞത്. അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഹദീസിൽ കാണാം, അൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ബഖീൽ മൻ ദകർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, എന്റെ പേര് ഒരാളുടെ അടുക്കൽ പറയപ്പെട്ടു, എന്നിട്ട് അവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ അവൻ പിശുക്കനാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ പിശുക്കനാരാ? ഏറ്റവും വലിയ പിശുക്കനാരാ? പൂഴ്ത്തി വെക്കുന്നവനല്ലടോ. ഒരുപാട് പൈസ ഉണ്ട്, കൊടുക്കാതെ പൂഴ്ത്തി വെക്കുന്നവർ അൽഹംദുലില്ലാഹ് പള്ളിക്കാണെങ്കിലും പാവങ്ങൾക്കാണെങ്കിലും യതീമീങ്ങൾക്കാണെങ്കിലും കൂടപ്പുറപ്പുകൾക്കാണെങ്കിലും കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ പിശുക്കന്മാരിൽ എത്രയോ പേര് പാവപ്പെട്ടവർ ഗേറ്റ് തുറക്കത്തില്ലല്ലോ. ഗേറ്റ് തുറക്കാത്തവരില്ലേ? അടിച്ചിറക്കി വിടുന്നവരില്ലേ? വളരെ പുച്ഛത്തോടു കൂടി പറഞ്ഞു വിടുന്നവരില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഏറ്റവും വലിയ പിശുക്കനാര? ഒരാളുടെ മുമ്പിൽ നബിതങ്ങളുടെ പേര് പറഞ്ഞു, എന്നിട്ട് അവൻ സ്വലാത്ത് പറയുന്നില്ലെങ്കിൽ അവൻ പിശുക്കനാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ മേൽ സ്വലാത്ത് മറന്നു പോകുന്നവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പിഴവ് സംഭവിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര ഗൗരവമുള്ള ഹദീസാണെന്നറിയൂ. ഒരാളുടെ മുമ്പിൽ നബിതങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവൻ സ്വലാത്ത് പറയാൻ മറന്നുപോയി. മറന്നുപോയെന്നാൽ ചിലര് പറയത്തില്ല, മുഹമ്മദ് നബി എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? മുഹമ്മദ് നബീനെ പറയൂ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല. ചിലരങ്ങ് മറന്നുപോകും. അതെന്തോ കിക്കണ പോലെ ഇങ്ങനെ നടക്കും. എങ്കിൽ നീ സൂക്ഷിക്കുക, സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിനക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ നീ വഴിതെറ്റി പോയിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.